കഴിഞ്ഞ പ്രാവശ്യം പാട്ടും പാടി ജയിച്ചു. ഇത്തവണ എന്താ അവസ്ഥ? ഇത്തവണയും പാട്ടും പാടി ജയിക്കും. നല്ല കോൺഫിഡൻസ് ആണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷം ചേച്ചി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന ആത്മവിശ്വാസമുണ്ട്. ഒപ്പം തന്നെ ഇനിയും 5 വർഷം കൂടെ കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും മനസ്സിലുള്ളത്? എടുത്ത വർക്കുകളെല്ലാം പൂർത്തീകരിക്കണം എന്നുള്ളൊരു ഒരു ചിന്തയുണ്ട്. കാരണം നമ്മളത് ഏറ്റെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 വർഷം കൂടെ കിട്ടുക നമ്മുടെ ഗവൺമെൻറ്റിനൊരു തുടർച്ചയുണ്ടാവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ഡ്രീം പ്രോജക്റ്റ് ഏതായിരുന്നു ഈ 5 വർഷത്തിൽ നടത്തിയതിൽ? അതിൽ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 106 കോടിയുടെ പെരുമ്പളം പാലായിരുന്നു. അങ്ങയുടെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാനാണ്. അതെ, അപ്പം ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് അവരും വിഷമൊക്കെ ഓടുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഓടുന്നുണ്ട്. അതായത് ഇവിടെ ചെയ്ത പദ്ധതികളൊക്കെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ മാറുന്നു. കാരണം ജനങ്ങൾക്ക് നമ്മളെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നതല്ലോ വോട്ട്. അപ്പോൾ അവരെ ഒരിക്കലും ചതിച്ചോ വഞ്ചിച്ചിട്ടോ ഒന്നുമല്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നിപ്പയും ഈ ഒരു 10 വർഷക്കാലം നിങ്ങൾ എടുക്കൂ. നമുക്ക് നിപ്പ വന്നു, കോവിഡ് വന്നു, കൊടുങ്കാറ്റ് വന്നു, വെള്ളപ്പൊക്കം വന്നു, മലയിടിഞ്ഞു പോന്നു. ഇങ്ങനെ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുന്നേ ഒരു അരനൂറ്റാണ്ട് നിങ്ങൾ പിന്നിലേക്ക് നോക്കൂ. ആ സമയത്ത് എത്ര വികസനം നടത്തിയോ അതിൻ്റെ 10 മടങ്ങ് വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പം അതിനെ കാണാതെ പോകുന്ന ജനങ്ങളാവില്ലല്ലോ, അവരത് വിശ്വസിക്കുന്നുണ്ടല്ലോ. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് LDF-ൽ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി LDF അധികാരത്തിൽ വന്ന ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നുള്ളത്. അത് ഞങ്ങളുടെ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിനെന്ത് ഉത്തരം പറയാനാണ്? ഞങ്ങൾക്ക് വനിതകൾക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാർ. മനസ്സിലായിരുന്നു. അപ്പം അത് ഞങ്ങളുടെ നേതൃസ്ഥാനം എന്ത് തീരുമാനിക്കുന്നു അതേ നടപ്പിലാവുകയുള്ളൂ. മനസ്സിലായി? നേതൃസ്ഥാനം ഞങ്ങൾക്ക് അവർക്ക് അതിൻ്റേതായ ആർജവമുണ്ട്. ഇന്നലെയോ ഇന്നോ വന്ന ഞാനല്ല അതിന് അഭിപ്രായം പറയേണ്ടത്. മനസ്സിലായി? ഞാൻ ഇന്നലെ വന്നൊരു വ്യക്തി, അപ്പം അതിന് ഞാൻ അഭിപ്രായം പറയാൻ കൂടെ ആളല്ല, അത് അവർ തീരുമാനിക്കും. നമുക്കൊരു പാട്ട് കൊണ്ട് അവസാനിപ്പിക്കാം. തെന്നലും തിങ്കളും പൂക്കളും നീയും ഈരാവും എന്നുമെൻ കൂടെയുണ്ടെങ്കിൽ ഈ പൂങ്കുയിൽ പാട്ടിലെ ഈണവും നീയും ഈ നോവും എന്നുമെൻ കൂട്ടിനുണ്ടെങ്കിൽ. ചേച്ചി ഒരിക്കൽ കൂടെ പാട്ട് പാടി ഒരുപാട് സ്നേഹം. അപ്പോൾ എല്ലാവിധ ആശംസകളും തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.